ഹലോ! എല്ലാവർക്കും നമസ്കാരം. ഇപ്പം എമ്മയുടെ ഇജോയുടെയും കുഞ്ഞു ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ നമ്മുടെ ചാനലിനെക്കുറിച്ച് ഞാനൊരു ഇൻട്രോ ഒന്നും പറഞ്ഞിട്ടില്ല. പുറത്ത് ചുമ്മാ ഇന്നൊരു വോയിസ് ഓവർ ചെയ്തൊരു വീഡിയോ ഇടാമെന്നേ. അപ്പോൾ ഞങ്ങൾ നേരത്തെ എടുത്തു വെച്ചൊരു വീഡിയോ ഇത്. അപ്പോൾ നല്ല ഗാഡ്ജറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് വേണം എല്ലാം ശരിയാക്കാൻ. അപ്പോൾ ഈ വീഡിയോയിൽ വോയിസ് ഓവർ ചെയ്തൊന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചു. അപ്പോൾ എല്ലാവരും കൂടെ എങ്ങോട്ടാണ് പോകുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. വേറെ എങ്ങോട്ടും അല്ല, ഒരു ചെറിയ ഹൈക്കിങ്ങിന് പോയതാണ്. സത്യം പറയാലോ, ഞാൻ പേടിച്ച് ഹൈക്കിങ്ങിനൊക്കെ പോവാറ്. കാരണം ഈ സ്ഥലം പ്രത്യേകിച്ച് ബെയർ ഉള്ള ഏരിയയാണ്. പിന്നെ പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളിയാണ്. വേറെ ആൾക്കാരും പോകുന്ന വഴിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ബെഞ്ചിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. താഴെ റോഡും പിന്നെ അപ്പുറത്തെ മലയൊക്കെ കാണാം. പിന്നെ ആൾക്കാർ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ വേറെ ആരും ഇല്ലായിരുന്നു. പക്ഷേ കുറച്ച് പേരൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നവരുണ്ട്. അപ്പോൾ അവരോട് ഞങ്ങൾ ചോദിച്ചു, ഇനി ഒത്തിരി ഉണ്ടോ നടക്കാൻ? അപ്പം പറഞ്ഞു, ഇല്ല, ഒരു കയറ്റം ഒരു ഇറക്കം ഇതാ എത്തി. പക്ഷേ നമ്മൾ നടക്കുമ്പം, പ്രത്യേകിച്ച് നമ്മൾ ആദ്യം പോകുന്ന സ്ഥലമാകുമ്പോൾ ഒത്തിരി ദൂരം തോന്നുമല്ലോ. നമ്മൾ ദൂരം നടന്നിട്ട് എത്തുന്നില്ല. അപ്പം ഞാനും പേടിച്ചാണ് പോകുന്നത്. പിന്നെ വേറുള്ള സ്ഥലമാകുമ്പോൾ ഒത്തിരി നമ്മൾ ഒച്ചയിട്ടുകൊണ്ട് പോകണമെന്ന് പറയും. അപ്പോൾ പാട്ടൊക്കെ പാടി ഒച്ചയിട്ടാണ് പോയത്. പിന്നെ ഇതുകൊണ്ട് ഒരു വലിയൊരു താഴ്വാര പോലെ ഇങ്ങനെ കിടക്കുക. അതിൻ്റെ അപ്പുറത്ത് നല്ല പുല്ലൊക്കെയുള്ള നല്ലൊരു കുഞ്ഞു മല. അവിടെ ഒത്തിരി ബയേഴ്സൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെ ബെയർ എൻകൗണ്ടറിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. അവിടെ ആൾക്കാർ ഹൈക്കിങ് ചെയ്ത് അതിൻ്റെ മുകളിലൊക്കെ പോകുന്ന. അവിടെ നിൽക്കാൻ നല്ല രസമുണ്ട്. പോകുന്ന വഴിയൊക്കെ നല്ലതാണ്. പിന്നെ ഇങ്ങനത്തെ ബ്ലൈൻഡ് സ്പോട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഒത്തിരി ഒച്ചയിടണം. കാരണം ഇപ്പം കാരണം ഇത്തവണ നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പോകുന്ന വഴിയെല്ലാം ഒത്തിരി ബെറീസും മഷ്റൂമും ഉണ്ട്. ഈ ഹൈബർനേറ്റ് ചെയ്യാനുള്ള ആകാറാകുമ്പോഴത്തേക്കും ഈ ബെയേഴ്സ് അതിന് വേണ്ടിയിട്ടെല്ലാം പ്രിപ്പയർ ചെയ്യുവാണല്ലോ. അപ്പം ഇവരുടെ മെയിൻ ഫുഡ് ബെറീസും മഷ്റൂമും ഒക്കെയാണ്. അപ്പം ഇതുങ്ങൾ അത് അന്വേഷിച്ച് വരും. അപ്പോൾ അവരുടെ ഏരിയയിൽ കൂടെ നമ്മൾ ചെല്ലുമ്പോഴേ പെട്ടെന്നെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു അറ്റാക്ക് വെറുതെ എന്തിനാ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ നടന്ന് ആ മലയുടെ താഴെ എത്തി. ഇതിപ്പോൾ ഒരു രണ്ട് മലയുടെ നടുക്കായിട്ട് പോകുന്ന ചെറിയൊരു തോട് പോലത്തെ ഇതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനത്തെ കുഞ്ഞു ബ്രിഡ്ജുണ്ട്. അപ്പം ഇതിങ്ങനെ കടന്ന് അപ്പുറത്തെ സൈഡിൽ കൂടെ പോയി പിന്നെ ഒരു ബ്രിഡ്ജ് അങ്ങനെ പോകണം. നല്ല രസമായിരുന്നു. ഒരു പരിഷ്കാരി ഹൈക്കറിനെ കണ്ടോ, ഒരു വടിയൊക്കെ പിടിച്ച്. ഞങ്ങളുടെ കൂടെ മമ്മിയും വന്നിട്ടുണ്ടായിരുന്നേ. മമ്മി നല്ല പയറ് പോലെയാണ് പോയത്. മമ്മി വടിയൊക്കെ കുത്തി അങ്ങ് പോയി. അപ്പം മമ്മിയുടെ വടി കാണുമ്പം അവൾക്കും വേണം. അങ്ങനെ അവൾക്ക് കാട്ടിൽ നിന്നൊരു കമ്പൊക്കെ ഒടിച്ചു കൊടുത്തു. ഇത് ഇപ്പം നടന്നതേ അവിടെ എത്തി. നല്ല രസമാണ് വാട്ടർഫോൾ കാണാൻ. അവിടെ പോയി ഇങ്ങനെ കുറേ നേരം ഇരിക്കാൻ തോന്നും. ഞങ്ങൾ ചെന്നപ്പം വേറൊരു ഫാമിലി ഒരു കൊച്ചിനെയായിട്ട് കുറേ നേരം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം അവരെ കാണാൻ ചെറുതായിട്ടൊന്ന് നല്ല രസം. അവിടെ ഒന്ന് എൻജോയ് ചെയ്യാൻ തോന്നും കുറേ നേരം. നമുക്ക് ആ വാട്ടർഫോളിൻ്റെ അങ്ങ് അടുത്ത് വരെ പോയിരിക്കാം. പിന്നെ ഒറ്റ പ്രശ്നമുള്ളൂ, സമാധാനത്തോടെ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. വെള്ളം കുടിക്കാനോ ബെയർ വന്നു കഴിഞ്ഞാൽ തീർന്നില്ല നമ്മുടെ കാര്യം, കട്ടപ്പുക. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് പിള്ളേരൊക്കെ അവിടെ വെള്ളത്തിലൊക്കെ കളിച്ച് എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് തിരിച്ചു. ഇതാണ് വാട്ടർഫോള്. എനിക്ക് നല്ല ആ മലയുടെ ഇടയ്ക്കുന്നു. ഈ മലയുടെ അപ്പുറത്തെ സൈഡിൽ കൂടെ ഇങ്ങനെ ഈ മല കണ്ടോ, ഇതിൻ്റെ അതിലെ വലിയൊരു ഒരു കയറ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലെ ആൾക്കാർ അതിലേം കയറി പോകുന്നതാണേ. ഇവർക്കൊക്കെ വേറെ ഒരു പണിയില്ല. അങ്ങനെ ഇവർക്കൊക്കെ അതൊരു ഹരമായിരിക്കും, ഭയങ്കര അഡ്വഞ്ചറായിട്ടൊക്കെ ചെയ്യുന്നവർക്ക്. പിന്നെ ഈ ജോപ്പന് നന്നായിട്ട് എൻജോയ് ചെയ്തു. തിരിച്ച് പിന്നെ ബെയറുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ഫുഡൊന്നും മാക്സിമം എടുക്കാതിരിക്കുന്നത് നല്ലത്. ഇതിൻ്റെയൊക്കെ മണം അടിച്ചിട്ട് ഒക്കെ മൃഗങ്ങൾ അട്രാക്റ്റ് ചെയ്യാമല്ലോ. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു. എന്നോട് മനു പ്രത്യേകം പറഞ്ഞു ഒന്നും എടുക്കരുതെന്ന്. പക്ഷേ ഞാൻ പിള്ളേർക്കിന് വിശന്നാലെന്ന് ഓർത്ത് ഇച്ചിരി സ്നാക്സ് എടുത്തു. പക്ഷെ ഭാഗ്യത്തിന് വേറെ ആനിമൽസിനെ വൈൽഡ് ലൈഫ് ഒന്നും കണ്ടില്ല. അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത്, ഇങ്ങനത്തെ കുറേ ബ്രിഡ്ജുണ്ട്, അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പയ്യെ തിരിച്ചു. ഇവിടെ പരിഷ്കാരിക്ക് മടുപ്പൊന്നും ഇല്ലായിരുന്നു. നല്ല ജിൽന്ന് പോകുന്നുണ്ടായിരുന്നു. മമ്മിയും ഒത്തിരി എൻജോയ് ചെയ്തു. എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു, മമ്മിക്ക് ഇനി പോലെ നടുവേദനയൊക്കെ വരുമോ എന്നൊക്കെയുണ്ടോ വടിയെ കുത്തി. മമ്മി നല്ല മിടുക്കിയായിട്ടങ്ങ് പോയി. പിന്നെ ഞങ്ങൾ താഴെ നടന്നെത്തി. തിരിച്ചു പോകാൻ പേടിയൊന്നുമില്ലായിരുന്നു, നല്ല രസമായിരുന്നു. തിരിച്ചു പോയപ്പോഴത്തേക്കും അത്ര ദൂരമൊന്നും തോന്നില്ല. അതിപ്പോൾ എവിടെ പോയാലും അങ്ങനെയാണല്ലോ, തിരിച്ചു ചെല്ലുമ്പോൾ പെട്ടെന്ന് ചെല്ലുന്ന പോലെ തോന്നും. പിന്നെ താഴെ ചെന്ന് ഇച്ചിരി കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് പയ്യെ തിരിച്ച് വീട്ടിലോട്ട് വിട്ടു. തിരിച്ചു പോയപ്പോൾ ഞങ്ങൾ വേറൊരു റൂട്ടാണ് പോയത്. അപ്പോൾ അവിടുത്തെ ആ വഴിയും കൂടെ കാണാമല്ലോ എന്നോർത്ത്. പക്ഷെ അത് സൂപ്പറായിരുന്നു, നല്ല വ്യൂ ആയിരുന്നു. അങ്ങനെ നമ്മൾ സ്ഥിരം ബാൻഫൊക്കെ പോകുമ്പോൾ സ്ഥിരം പോകുന്ന റൂട്ടേ അല്ല.
ഇത് നല്ല വിൻ്ററൊക്കെ ആകുമ്പോൾ ഈ റൂട്ട് ക്ലോസ് ചെയ്തിടുമെന്നാണ് പറയുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. മലയൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ കുറേ ഇച്ചിരി ദൂരം കൂടുതലായിരുന്നു, പക്ഷേ അങ്ങ് എത്തുന്നിടം വരെ നല്ല രസമായിരുന്നു കാണാൻ. അങ്ങനെ ഒരു കുഞ്ഞൊരു ഹൈക്കിംഗ് ആയിരുന്നു ഇത്. അപ്പം ഇതുപോലെ ഇനിയും പുതിയ വീഡിയോസുമായിട്ട് കാണുന്നവരെ ബൈ.